أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രാജസദസ്സിൽ വിജ്ഞാനമുള്ളവർക്ക്, പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആന്റെ അറിവുള്ള ആളുകൾക്ക് വലിയ സ്ഥാനമാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോ യുവാക്കളോ അതോ മുതിർന്നവരോ ആരായിരുന്നാലും ശരി. ബുഖാരിയിൽ ഒരു നിവേദനമുണ്ട്. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് പറയുന്നു, വൈന ബിൻ ഹിസ്ൻ ബിൻ ഉസൈഫ മദീനയിൽ വന്നു. എന്നിട്ട് തന്റെ സഹോദരപുത്രൻ ഹുർ ബിൻ ഖൈസിന്റെ അടുക്കലെത്തി. ഹുർ ബിൻ ഖൈസ് ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമീപത്ത് ഇരുത്താറുണ്ടായിരുന്ന ആളുകളിൽ പെട്ട വ്യക്തിയായിരുന്നു. അതുപോലെ അദ്ദേഹം ഖുർആന്റെ ഖാരിയുമായിരുന്നു. ഹദ്രത്ത് ഉമറിന്റെ മജ്ലിസിൽ സമീപത്ത് ഇടം ലഭിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ നൽകിയിരുന്ന വ്യക്തിയുമായിരുന്നു. അതായത് ഖുർആനെ സംബന്ധിച്ചുള്ള അഭിപ്രായം തേടുമായിരുന്നു. വലിയ പ്രായക്കാരായിരുന്നാലും യുവാക്കളായിരുന്നാലും ശരി, എല്ലാവർക്കും നല്ല സ്ഥാനമായിരുന്നു ലഭിച്ചിരുന്നത് ജ്ഞാനികൾക്ക്. ഒയന തന്റെ സഹോദരപുത്രനോട് പറഞ്ഞു, അല്ലയോ സഹോദരപുത്ര, ഈ അമീറിന്റെ പക്കൽ നിനക്ക് നല്ല അന്തസ്സും സ്ഥാനവുമുണ്ട്. ആയതിനാൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്താലും. ഖുറ ബിൻ ഖൈസ് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അനുവാദം തേടുന്നതാണ്. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് പറയുന്നു, അങ്ങനെ ഹുർ ഒയനക്ക് വേണ്ടി അനുവാദം ചോദിച്ചു. ഹസ്രത്ത് ഉമർ അദ്ദേഹത്തിന് അനുവാദം നൽകി. ഒയന അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, അല്ലയോ ഖത്താബിന്റെ മകനെ, ഇതെന്താണ് നടക്കുന്നത്? അള്ളാഹു ആണ്. താങ്കൾ ഞങ്ങൾക്ക് ഒരുപാട് ധനം നൽകുകയോ അതുപോലെ ഞങ്ങൾക്കിടയിൽ സമ്പത്തിന്റെ കാര്യത്തിൽ നീതിപൂർവം വിധി കൽപ്പിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ ഹസ്രത്ത് ഉമർ ദേഷ്യപ്പെട്ടു. അങ്ങനെ അയാളെ എന്തോ പറയാൻ മുതിരുകയായിരുന്നു ഹസ്രത്ത് ഉമർ. അപ്പോൾ ഹുർ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ അമീറുൽ മൊമിനീൻ, അള്ളാഹു തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരിക്കുന്നത്, ഖുസിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിസ് അനിൽ ജാഹിലീൻ. അതായത്, അല്ലയോ നബി, എപ്പോഴും പുറമെ കാണിക്കുക, നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപദേശം നൽകുക, വിവരദോഷികളിൽ നിന്നും മുഖം തിരിക്കുകയും ചെയ്യുക. ഈ വയന ജാഹിലീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. അള്ളാഹു ആണ്. ഹുർ അദ്ദേഹത്തിന് മുന്നിൽ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ ഹസ്രത്ത് ഉമർ മൗനം പാലിക്കുകയും നിശബ്ദനായി നിലകൊള്ളുകയും ചെയ്തു. ഹസ്രത്ത് ഉമർ കിതാബുള്ള കേൾക്കുമ്പോൾ, ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ സംയമനം പാലിക്കുമായിരുന്നു. ഹസ്രത്ത് ഉമറിന്റെ ഒരു സംഭവം ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിവരിക്കുന്നു. ഹസ്രത്ത് ഉമറിന്റെ സദസ്സിൽ ഒരു ധനാഢ്യൻ വന്നു. അയാൾ അവിടെ ഒരു 10 വയസ്സുള്ള കുട്ടിയെ ഉമറിന്റെ അടുത്ത് കണ്ടപ്പോൾ അത് വളരെ മോശമായി കരുതി. ഇത്രയും ഉന്നതമായ സദസ്സിൽ ഈ ചെറിയ കുട്ടിക്ക് ചെക്കന് എന്ത് കാര്യം എന്ന് ചിന്തിച്ചു. അത് അവിടെ പറഞ്ഞു. വളരെ യാദൃശ്ചികമായി ഹദ്രത്ത് ഉമർ ആ ധനാഢ്യന്റെ എന്തോ പ്രവൃത്തിയിൽ നീരസം പ്രകടിപ്പിച്ചു. അദ്ദേഹം ശിക്ഷാ നടപടി നടത്തുന്നവരെ വിളിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടി വിളിച്ചു പറഞ്ഞു, വൽ ഖാലിമീനൽ ഗൈൽ
വാരിൽ അനിൽ ജാഹിലീൻ വൽ കാലിമിനിൽ ഗൈൽ എന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞു. എന്നിട്ട് വാരിൽ അനിൽ ജാഹിലീൻ എന്ന് പറഞ്ഞു. എന്നിട്ട് തുറന്ന് പറഞ്ഞു, ഹാസ മിനൽ ജാഹിലീൻ, ഇയാൾ ജാഹിലീങ്ങളിൽപ്പെട്ടയാളാണ്, ഇയാളെ വിട്ടേക്കുക. ഹജരത്ത് ഉമറിന്റെ മുഖം തുടുത്തു വന്നു, എന്നാൽ നിശബ്ദനായി. ആ സമയത്ത് ആ പറഞ്ഞ ആളുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്ന അയാളോട് പറഞ്ഞു, കണ്ടില്ലേ, ഇപ്പോൾ ഈ കുട്ടി തന്നെയാണ് നിനക്ക് രക്ഷയ്ക്ക് വന്നത്, നീ ഇവനെ പുച്ഛിക്കുകയായിരുന്നല്ലോ ചെയ്തിരുന്നത്. ഹസ്രത്ത് ഉമർ കുട്ടികളുടെ തർബിയത്ത് എങ്ങനെയായിരുന്നു നിർവഹിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു നിവേദനമുണ്ട്. യൂസുഫ് ബിൻ യാക്കൂബ് പറയുന്നു, ഇബ്നു ഷിയാബ് എന്നോടും എൻ്റെ സഹോദരനോടും അതുപോലെ എൻ്റെ പിതൃവ്യപുത്രനോടും ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത്, ചെറിയ പ്രായത്തിലുള്ളപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കുട്ടികളാണെന്ന് കരുതി ഒരിക്കലും നിസ്സാരക്കാരാണ് തങ്ങളെന്ന് കരുതരുത്. കാരണം ഹസ്രത്ത് ഉമർ എന്തെങ്കിലും പ്രശ്നം നേരിടുമ്പോൾ അദ്ദേഹം കുട്ടികളെ വിളിച്ച് അഭിപ്രായം ആരായുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അവരുടെ ബുദ്ധിയെ കൂർമ്മതയുള്ളതാക്കാൻ ആഗ്രഹിച്ചുമിരുന്നു എന്ന് പറയുകയുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ ഗതി മാറുകയും മുസ്ലിങ്ങൾക്ക് കഠിനമായ നാശനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ ആ സമയത്ത് അബു സുഫിയാൻ 3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയുണ്ടായി. ഇവിടെ ഹസ്രത്ത് ഉമറിന്റെ ആത്മാഭിമാനത്തെ കുറിച്ചുള്ള വിവരണമാണ്. അയാൾ വിളിച്ചു ചോദിച്ചു, ഇവർക്കിടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് മറുപടി പറയുന്നതിൽ നിന്ന് വിലക്കി. പിന്നെ അയാൾ 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കിടയിൽ അബൂ ഖുഹാഫയുടെ മകനുണ്ടോ, അബൂബക്കർ ഉണ്ടോ? തുടർന്ന് 3 പ്രാവശ്യം അയാൾ ചോദിച്ചു, ജനങ്ങൾക്കിടയിൽ ഇബ്നു ഖത്താബ് ഉണ്ടോ? അങ്ങനെ അയാൾ തന്റെ സുഹൃത്തുക്കളുടെ അടുക്കിലേക്ക് മറുപടി ലഭിക്കാത്തപ്പോൾ തിരിച്ചുപോയി. അവരെല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമറിന് ആത്മനിയന്ത്രണം വിട്ടു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രുവേ, അള്ളാഹു ആണ്, നീ കളവാണ് പറയുന്നത്. നീ പേര് എടുത്തു പറഞ്ഞവരൊക്കെ ജീവനോടെയുണ്ട്. ഇനി നിനക്ക് അസഹനീയമായ പലതും നേരിടേണ്ടി വരാൻ ബാക്കിയുമുണ്ട്. അബു സുഫിയാൻ പറഞ്ഞു, ഈ യുദ്ധം ബദർ യുദ്ധത്തിന് പകരമാണ്. യുദ്ധം വെള്ളം കോരുന്ന തൊട്ടി പോലെയാണ്. അത് ചിലപ്പോൾ ഒരു ഭാഗത്ത് താണു നിൽക്കും, ചിലപ്പോൾ ചിലർക്ക് വിജയം ലഭിക്കും, ചിലപ്പോൾ പരാജയവും. ഇനി ബൈത്തുൽ മാലിന്റെ സമ്പത്ത് സംരക്ഷിക്കാനും അതിന്റെ മേൽനോട്ടം വഹിക്കാനും എത്രമാത്രം ജാഗരൂകനായിരുന്നു, ശ്രദ്ധാലുവായിരുന്നു ഹജരത്ത് ഉമർ എന്ന് നോക്കുക. ഇത് സംബന്ധിച്ച് നിവേദനത്തിൽ പറയുന്നു, സെയ്ദ് ബിൻ അസ്ലം പറയുന്നു, ഹജരത്ത് ഉമർ ബിൻ ഖത്താബിന് ആരോ ഒരു ഗ്ലാസ്സിൽ പാൽ കൊടുത്തു. അത് അദ്ദേഹം കുടിക്കുകയും അദ്ദേഹത്തിന് ആ പാൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം പാല് കൊടുത്ത വ്യക്തിയോട് ചോദിച്ചു, ഈ പാൽ എവിടെ നിന്നാണ് താങ്കൾക്ക് കിട്ടിയത്? അപ്പോൾ അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു അരുവിയുടെ അടുക്കൽ പോയിരുന്നു, ആ അരുവിയുടെ പേരും അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവിടെ സക്കാത്തിന്റെ ഒട്ടകങ്ങളെ ആളുകൾ മേയ്ക്കുന്നുണ്ടായിരുന്നു, വെള്ളം കുടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ എനിക്ക് വേണ്ടി പാൽ കറന്നു തന്നു. അത് ഞാൻ വെള്ളം കുടിക്കാനുള്ള പാത്രത്തിൽ ഒഴിച്ച് ശേഖരിച്ചാണ്. ഹജരത്ത് ഉമർ ബിൻ ഖത്താബ് തന്റെ കൈ വായിലിട്ട് അപ്പോൾ തന്നെ ഛർദ്ദിച്ചു, അത് പുറന്തള്ളി. എന്നിട്ട് പറഞ്ഞു, അത് സക്കാത്തിന്റെ ധനമാണ്, അതിൽ നിന്ന് ഞാൻ കുടിക്കുന്നതല്ല. ബറാബിൻ മഅ്മൂറിന്റെ മകൻ വിവരിക്കുന്നു, ഒരു ദിവസം ഹജരത്ത് ഉമർ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മിമ്പറിൽ കയറി, പ്രസംഗപീഠത്തിൽ കയറി. അദ്ദേഹം അപ്പോൾ രോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ രോഗത്തിന് തേനാണ് പ്രതിവിധി എന്ന് വൈദ്യൻ കൽപ്പിച്ചു. ബൈത്തുൽ മാലിൽ തേൻ ഉണ്ടായിരുന്നു. ഹജരത്ത് ഉമർ പറഞ്ഞു, നിങ്ങൾ എനിക്ക് അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്നും തേനെടുത്ത് കഴിക്കുന്നതാണ്, അല്ലാത്ത പക്ഷം എനിക്കിത് ഹറാമാണ്. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് അതിനുള്ള അനുമതി നൽകി. ബൈത്തുൽ മാലിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു എന്നതിനെ സംബന്ധിച്ച ഒരു സംഭവം നേരത്തെ ഞാൻ വിവരിച്ചതാണ്. ഇവിടെയും ചുരുക്കി പറയാം. ഒരിക്കൽ നട്ടുച്ച നേരത്ത് ശക്തമായ ചൂടുള്ള സമയത്ത് കുറച്ച് ഒട്ടകങ്ങളെ വിട്ടുപോയിരുന്നു. ഒട്ടകങ്ങളെ സദക്കയുടെ ഒട്ടകങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അത് പിറകിലായിപ്പോയിരുന്നു. അത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിലും എന്ന് കരുതി ഹജരത്ത് ഉമർ അത് സ്വയം തന്നെ അവയെ കൊണ്ടുപോവുകയായിരുന്നു, തളിച്ചു കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അപ്പോൾ യാദൃച്ഛികമായ ഹജരത്ത് ഉസ്മാൻ അത് കണ്ടു. അപ്പോൾ പറഞ്ഞു, ഈ ജോലി ഞങ്ങൾ ചെയ്യാം, അങ്ങ് തണലിലേക്ക് മാറി നിന്നല്ല. അപ്പോൾ ഹജരത്ത് ഉമർ പറഞ്ഞു, നിങ്ങൾ സ്വസ്ഥമായിരിക്കുക, ഇത് എൻ്റെ ജോലിയാണ്, അത് ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഈ സംഭവത്തെ ഹജരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു ഇങ്ങനെ വിവരിക്കുന്നു, അള്ളാഹു തന്റെ വാഗ്ദാന പ്രകാരം മുസ്ലിങ്ങൾക്ക് സ്വത്തും മുതലും നൽകി, അതുപോലെ അന്തസ്സും അഭിമാനവും നൽകി, പദവികൾ നൽകി, സ്ഥാനമാനങ്ങൾ നൽകി. പക്ഷേ എന്നിട്ടും അവർ ഇസ്ലാം കാര്യത്തിൽ നിന്നും അശ്രദ്ധരായില്ല. ഹജരത്ത് മുസ്ലിം അത് പറയുകയാണ്, നിങ്ങൾ എന്ത് കാര്യമുണ്ടായാലും എന്ത് നേടിയെടുത്താലും ദീനിൽ നിന്നും അശ്രദ്ധരാകരുത്, ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്നും വിമുഖരാകരുത്, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അശ്രദ്ധരാകരുത്. തുടർന്ന് പറയുന്ന ഹജരത്ത് ഉസ്മാൻ വിവരിക്കുന്നു,
ഒരിക്കൽ പുറത്ത് ഞാൻ കൂടാരത്തിൽ ഇരിക്കുകയായിരുന്നു. കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ ചൂട് കാരണം കൂടാരത്തിന്റെ വാതിൽ തുറക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ എൻ്റെ ഒരു ഭൃത്യൻ വന്ന് പറഞ്ഞു, പുറത്ത് കഠിനമായ വെയിലിൽ ആരോ കറങ്ങി നടക്കുന്നുണ്ട്. കുറച്ച് സമയത്തിനകം അദ്ദേഹം എൻ്റെ കൂടാരത്തിനടുത്തെത്തി. അത് ഹസ്രത്ത് ഉമർ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടു അദ്ദേഹത്തെ കണ്ടതും ഞാൻ പരിഭ്രമിച്ച് പുറത്തു വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത്രയും ചൂടിൽ താങ്കൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, ബൈത്തുൽ മാലിന്റെ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടിരുന്നു, അതിനെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് തുടർന്ന് എഴുതുന്നു, അള്ളാഹു പറയുന്നു, അലൽ അറായിക്ക് യൻറുൻ, അവർ തങ്ങളുടെ ശയ്യകളിൽ കട്ടിലുകളിലായിരിക്കും, എന്നാലും അവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തങ്ങളിൽ അർപ്പിതമായ മേൽനോട്ടങ്ങൾ വഹിക്കുകയായിരിക്കും. അവരുടെ ജോലി ഭൗതിക ലോകത്തിന്റെ അനുഗ്രഹങ്ങളും സ്വസ്ഥതകളും അവരെ അലസന്മാരാക്കുകയില്ല. അവർ ആ കട്ടിലുകളിൽ ഉറങ്ങുകയായിരിക്കില്ല, മറിച്ച് അവർ ഉണർന്നിരിക്കും, അവർ ജാഗ്രതയോടെ ഇരിക്കും. ഇങ്ങനെ ജനങ്ങളുടെ അവകാശങ്ങളെ അവർ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നതാണ്, പരിഗണിക്കുന്നതാണ്. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല നിലയിൽ സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ്. സമത്വം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. ഹസ്രത്ത് ഉമറിന്റെ സമത്വം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് സയ്യിദ് ബിൻ മുസയ്യബ് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് ഉമറിന്റെ അടുക്കൽ ഒരു യഹൂദിയും ഒരു മുസ്ലിമും വഴക്കുമായി വന്നു. ഹസ്രത്ത് ഉമറിന് യഹൂദിയുടെ അടുത്താണ് സത്യമുള്ളത്, അയാളാണ് സത്യത്തിൽ എന്ന് മനസ്സിലായി. അപ്പോൾ അയാൾക്ക് അനുകൂലമായി വിധി പറഞ്ഞു. അപ്പോൾ യഹൂദി പറഞ്ഞു, അള്ളാഹു ആണ്, താങ്കൾ സത്യസന്ധമായ വിധിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഹസ്രത്ത് അനസിൽ നിന്നുമുള്ള നിവേദനം, ഈജിപ്തിൽ നിന്നുള്ള ഒരാൾ ഹസ്രത്ത് ഉമറിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ അതിക്രമത്തിൽ നിന്നും അങ്ങയോട് അഭയം തേടുന്നു. അദ്ദേഹം പറഞ്ഞു, നീ നല്ല അഭയ കേന്ദ്രമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, പറഞ്ഞുകൊള്ളുക. അയാൾ പറഞ്ഞു, ഞാൻ അമ്ർ ബിൻ ആസിന്റെ മകനുമായി ഓട്ടപ്പന്തയം നടത്തി, ഞാൻ അയാളെ മറികടന്നു. അപ്പോൾ അയാളെ എന്നെ വടികൊണ്ട് തല്ലി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബഹുമാനിതനായ അന്തസ്സുള്ള ഒരു വ്യക്തിയുടെ മകനാണ്, അതുകൊണ്ട് നിനക്ക് എന്നെ മറികടക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് ഉമർ ഹസ്രത്ത് അമ്ർ ബിൻ ആസിന് കത്തെഴുതി തന്റെ മകനെയും കൊണ്ട് ഹാജരാക്കാൻ വേണ്ടി കൽപ്പന നൽകി. ഹസ്രത്ത് അമ്ർ ബിൻ ആസ് എത്തിയപ്പോൾ ഹസ്രത്ത് ഉമർ ആ ഈജിപ്തുകാരൻ എവിടെയെന്ന് ചോദിച്ചു. അയാൾ വന്നപ്പോൾ പറഞ്ഞു, ഈ ചാട്ടവാർ എടുത്ത് ഇവനെ അടിക്കുക. ആ ആഗതൻ ആ മകനെ അടിക്കാൻ തുടങ്ങി. ഹസ്രത്ത് അമ്ർ ബിൻ ആസിന്റെ മകനെ പറ്റി ഉമർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ബഹുമാന്യനായ വ്യക്തിയുടെ മകനെ നീ തല്ലുക. ഹസ്രത്ത് ഉമർ ആ ഈജിപ്തുകാരനോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ. ഹസ്രത്ത് അനസ് പറയുന്നു, അവനെ അടിക്കുന്നത് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എന്നാൽ കുട്ടിയെ തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്നു. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഇയാൾ വിട്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആശിച്ചുപോയി. തുടർന്ന് പറഞ്ഞു, ഹസ്രത്ത് ഉമർ ഈജിപ്തുകാരനോട് പറഞ്ഞു, അമ്ർ ബിൻ ആസിനിന്റെ തലക്കടിക്കുക. അപ്പോൾ ആ ഈജിപ്തുകാരൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന്റെ മകനാണ് എന്നെ അടിച്ചത്, ഞാൻ അയാളോടുള്ള പകരം വീട്ടിയിരിക്കുന്നു. തുടർന്ന് ഹസ്രത്ത് ഉമർ ഹസ്രത്ത് അമ്ർ ബിൻ ആസിനോട് പറഞ്ഞു, നിങ്ങൾ എന്നു മുതലാണ് ജനങ്ങളെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയിരിക്കുന്നത്? അവരുടെ മാതാക്കൾ അവർക്ക് സ്വതന്ത്രരായാണ് ജന്മം നൽകിയിട്ടുള്ളത്. ഹസ്രത്ത് അമ്ർ ബിൻ ആസ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് കാര്യം അറിയില്ലായിരുന്നു. ആ ഈജിപ്തുകാരൻ എൻ്റെ അടുക്കൽ വന്നിട്ടുമില്ല. ഒരിക്കൽ ഹസ്രത്ത് ഉമറിന്റെ പക്കൽ കുറച്ച് ധനം ഇവിടെ നിന്ന് വന്നു. അദ്ദേഹം അത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരുന്നു, തടിച്ചുകൂടി. അപ്പോൾ ഹസ്രത്ത് സാദ് ബിൻ വക്കാസ് ജനങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ടേക്ക് വന്നു. അങ്ങനെ ഹസ്രത്ത് ഉമറിന്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹം ഒരു ചാട്ടവാറടി കൊടുത്തു അദ്ദേഹത്തിന്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ച ഭരണാധികാരിയെ ഭയപ്പെടുന്നില്ല, മാത്രമല്ല ജനങ്ങളെ വകഞ്ഞു മാറ്റി മുൻകടന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അള്ളാഹു നിശ്ചയിച്ച ഭരണാധികാരി നിങ്ങളെ അല്പം പോലും ഭയക്കുന്നില്ല. ഹദ്രത്ത് ഉമറിനുണ്ടായിരുന്ന എത്രത്തോളം ആത്മധൈര്യം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് നിവേദനത്തിൽ വന്നിരിക്കുന്നു. ഒരിക്കൽ ഹദ്രത്ത് ഉമർ പ്രഭാഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും എന്നിൽ വല്ല അപാകതയും വക്രതയും കണ്ടാൽ അത് ശരിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ താങ്കളിൽ വല്ല വക്രതയും അതിക്രമവും കണ്ടാൽ ഞങ്ങളുടെ വാൾ കൊണ്ട് അത് ശരിയാക്കുന്നതാണ്. ഹദ്രത്ത് ഉമർ പറഞ്ഞു, അള്ളാഹുവിന് നന്ദി, ഉമറിന്റെ വക്രത കാണുമ്പോൾ അതിനെ തന്റെ വാൾ കൊണ്ട് ശരിയാക്കുന്നവരെ അവൻ ഈ ഉമ്മത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഹദ്രത്ത് ഉമർ പ്രഭാഷണം നടത്തവേ പറയുകയുണ്ടായി, എനിക്ക് നന്മയ്ക്കുള്ള ഉപദേശം നൽകുകയും അതുപോലെ ചീത്തയിൽ നിന്നും എന്നെ വിലക്കുകയും എന്നെ ഗുണദോഷിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കുവാൻ. മറ്റൊരു സന്ദർഭത്തിൽ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു പറയുകയുണ്ടായി, എൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി എനിക്ക് എൻ്റെ ന്യൂനതകളെ പറ്റി
എന്നോട് പറഞ്ഞു തരുന്ന ആളാണ്. ഹജരത്ത് ഉമറിന്റെ ഒരു വാചകം ഇങ്ങനെ വിവരിക്കപ്പെടുന്നുണ്ട്. പറയുകയുണ്ടായി, ഞാൻ തെറ്റ് ചെയ്യുകയും എന്നോടുള്ള ഭയം കാരണം ആരും എന്നെ ശരിയായ മാർഗം കാണിച്ചു തരാതിരിക്കുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നു. പൊതുജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പൊതുസദസ്സിൽ ആഗതൻ പറഞ്ഞു, അല്ലേ ഉമർ, അള്ളാഹുവിനെ ഭയപ്പെടുക. ചില ആളുകൾ അയാളുടെ സംസാരം കേട്ട് വളരെ കുപിതരായി അയാളെ അവിടെ നിശബ്ദനാക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഹസരത്ത് ഉമർ അവരോട് പറഞ്ഞു, നിങ്ങൾ ന്യൂനത പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു നന്മയും ഉണ്ടാകുന്നതല്ല. അത് കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലും ഒരു നന്മ ഉണ്ടാകുന്നതല്ല. അതായത് അയാളെ വെറുതെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, കൃത്യമായും എന്താണുള്ളത് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. ഒരിക്കൽ ഹസരത്ത് ഉമർ ജനങ്ങൾക്കിടയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, കേൾക്കുവിൻ, അനുസരിക്കുവിൻ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഒരാൾ ഹസരത്ത് ഉമറിന്റെ സംസാരത്തെ മുറിച്ചുകൊണ്ട് പറഞ്ഞു, ഉമർ, ഞങ്ങൾ കേൾക്കുകയുമില്ല, അനുസരിക്കുമില്ല. ഹസരത്ത് ഉമർ അയാളോട് സൗമ്യമായി ചോദിച്ചു, അള്ളാഹുവിന്റെ ദാസ, എന്താണ് കാര്യം? അയാൾ പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ ബൈത്തുൽ മാലിൽ നിന്നും എല്ലാവർക്കും വസ്ത്രം വിതരണം ചെയ്യപ്പെട്ടു. ആ തുണി കൊണ്ട് ജനങ്ങൾക്ക് കുപ്പായം മാത്രമേ തയ്ക്കാൻ തികഞ്ഞിട്ടുള്ളൂ. മുഴുവൻ ജോഡിയും ആർക്കും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾക്കും അത്ര തന്നെ തുണിയാണല്ലോ കിട്ടിയത്, പിന്നെ താങ്കൾക്ക് എങ്ങനെയാണ് ഒരു ജോഡി മുഴുവനാക്കാൻ കഴിഞ്ഞത്? ഹദരത്ത് ഉമർ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. തുടർന്ന് തന്റെ മകൻ അബ്ദുള്ളനെ വിളിച്ചു. അപ്പോൾ അബ്ദുള്ള അവിടെ വന്നിട്ട് അവരോട് പറഞ്ഞു, അദ്ദേഹം തന്റെ സ്വന്തം ഓഹരിയിൽ നിന്നും വസ്ത്രം തന്റെ പിതാവിന് ഉമറിന് കൊടുത്തതാണ്. അങ്ങനെ ആണ് ജോഡി പൂർത്തിയായത്. അത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് തൃപ്തിയായി. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇനി ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ്. അക്കൂട്ടത്തിൽ ചില സംസ്കാര ശൂന്യരും ഉണ്ടായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തർബിയത്ത് ലഭിച്ച സഹാബാക്കളിൽ ഇത്തരം വർത്തമാനം ഉണ്ടാകാൻ ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവർ ഈ പറഞ്ഞ ആളുകൾ വളരെ കാലത്തിന് ശേഷം മുസ്ലിങ്ങളായവരാണ്. മാത്രമല്ല സംസ്കാരമില്ലാത്തവരും വിവര വിദ്യാഭ്യാസവും ഇല്ലാത്തവരുമായിരുന്നു. എന്നാൽ ഉന്നതരായ സഹാബാക്കൾ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവർ സമ്പൂർണ്ണമായും അനുസരണം പുലർത്തുന്നവരായിരുന്നു. ഇസ്ലാം മതകാര്യങ്ങളിൽ സ്വാതന്ത്ര്യം നൽകുന്നു. ഇത് സംബന്ധിച്ച് ഹദരത്ത് ഉമറിന്റെ രീതി നോക്കുക. അലക്സാണ്ട്രിയ വിജയത്തിന് ശേഷം അവിടെയുള്ള ഭരണാധിപൻ ഹദരത്ത് അമർ ഇബ്നു ആസിന് ഒരു സന്ദേശം അയച്ചു. ഇങ്ങനെയായിരുന്നു അത്: അല്ലയോ അറേബ്യൻ സമൂഹമേ, ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ വെറുക്കപ്പെട്ട ജനതകളായ പേർഷ്യക്കാർക്കും റോമക്കാർക്കും പോലും ജിസിയ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ജിസിയ നൽകാൻ തയ്യാറാണ്. എന്നാൽ ഒരു നിബന്ധനയുണ്ട്: എന്റെ നാട്ടുകാരായ യുദ്ധ തടവുകാരെ നിങ്ങൾ തിരിച്ചയക്കണം. ഹദരത്ത് അമർ ഇബ്നു ആസ് ഖിലാഫത്തിന്റെ സവിധത്തിൽ എല്ലാ കാര്യങ്ങളും എഴുതി അറിയിച്ചു. ഹദരത്ത് ഉമറിന്റെ മറുപടിയും അതിന് വന്നു. അതായത് ഇപ്രകാരമായിരുന്നു മറുപടി: നിങ്ങൾ അലക്സാണ്ട്രിയ ഭരണാധിപനോട് പറയുക, അദ്ദേഹം ജിസിയ തന്നു കൊള്ളട്ടെ. എന്നാൽ മുസ്ലിങ്ങളുടെ പക്കലുള്ള യുദ്ധ തടവുകാർക്ക് ഇസ്ലാം സ്വീകരിക്കാനോ തങ്ങളുടെ മതത്തിൽ തന്നെ തുടരാനോ അനുവാദമുണ്ട്. അവർക്ക് യാതൊരു ബലപ്രയോഗവുമില്ല. അവർക്ക് മേൽ അവരുടെ മറ്റ് മതയാനികൾക്കുള്ള അതേ ജിസിയ തന്നെയാണ് ഉണ്ടാകുക. അങ്ങനെ അംർ ഇബ്നു ആസ് എല്ലാ തടവുകാരെയും ഒരുമിച്ച് കൂട്ടി ഖിലാഫത്തിന്റെ ഉത്തരവ് അവർക്ക് സമക്ഷം വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ നിരവധി തടവുകാർ അവിടെ വെച്ച് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി, മുസ്ലിങ്ങളാകുകയുണ്ടായി. മതപരമായ സ്വാതന്ത്ര്യത്തിൽ ഹദരത്ത് ഉമർ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു സംഭവം വരുന്നുണ്ട്, ഒരു നിവേദനമുണ്ട്. ഒരിക്കൽ ഒരു വൃദ്ധയായ ക്രിസ്ത്യൻ സ്ത്രീ തന്റെ എന്തോ ആവശ്യത്തിന് ഹദരത്ത് ഉമറിന്റെ അടുക്കൽ വന്നു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, മുസ്ലിം ആവുക എല്ലാ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതാണ്. അള്ളാഹു മുഹമ്മദിനെ സത്യവുമായിട്ടാണ് അയച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വൃദ്ധയായ സ്ത്രീയാകുന്നു, മരണം വളരെ അടുത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവരുടെ ആവശ്യം നിറവേറ്റി കൊടുത്തു. എന്നാൽ അവരുടെ ആവശ്യത്തെ തെറ്റായ രീതിയിൽ പ്രയോജനപ്പെടുത്തി അവരെ മുസ്ലിമാകാൻ നിർബന്ധിച്ചു എന്ന അവസ്ഥ വരുന്നതിന് അദ്ദേഹം ഭയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം തന്റെ ആ കർമ്മത്തിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവെ, ഞാൻ അവർക്ക് നേരായ മാർഗം മാത്രമാണ് കാണിച്ചത്, അവരെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. അതായത് ഇക്കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം. മറ്റൊരു സംഭവം, ഹദരത്ത് ഉമറിന് ഒരു ക്രിസ്ത്യൻ ഭൃത്യൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് അഷിഖ് എന്നായിരുന്നു. അയാൾ പറയുന്നു, ഞാൻ ഹദരത്ത് ഉമറിന്റെ ഭൃത്യനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ മുസ്ലിം ആകുക. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളുടെ ചില കാര്യങ്ങളിൽ ഞാൻ നിന്നോട് സഹായം തേടുന്നതാണ്. കാരണം മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അമുസ്ലിങ്ങളുടെ സഹായം തേടുന്നത് ഞങ്ങൾക്ക് ഭൂഷണമല്ല. പക്ഷെ ഞാൻ ആ കാര്യം നിരസിച്ചു. ഭൃത്യൻ പറയുന്നു, അത് സ്വീകരിച്ചില്ല, കാര്യം സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു,
അപ്പോൾ ഉമർ പറഞ്ഞു, ലാ ഇക്രാഹ ഫിദ്ദീൻ, ഇസ്ലാം മതത്തിൽ യാതൊരു ബലാത്കാരവുമില്ല. അദ്ദേഹത്തിന്റെ മരണം ആസന്നമായപ്പോൾ അദ്ദേഹം എന്നെ, ആ ഭൃത്യന്, സ്വതന്ത്രനാക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഇനി ഇഷ്ടമുള്ളിടത്തേക്ക് നിനക്ക് പോകാം. മൃഗങ്ങൾക്കു മേലും കരുണയും അതുപോലെ വാത്സല്യവും കാണിച്ചിരുന്നു ഹസ്രത്ത് ഉമർ. ഇതേക്കുറിച്ചുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അഹ്നഫ് ബിൻ കയസ് വിവരിക്കുന്നു, ഞങ്ങൾ ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കൽ ഒരു സംഘമായി ഒരു മഹത്തായ സുവാർത്തയുമായി എത്തി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത്. പിന്നെ അദ്ദേഹം എന്നോടൊപ്പം വന്നു. അങ്ങനെ ഞങ്ങളുടെ ഒട്ടകങ്ങളെ കെട്ടിയിരിക്കുന്ന സ്ഥലം വരെ എത്തി. ഓരോന്നിനെയും നല്ലപോലെ പരിശോധിച്ചു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ യാത്രാ മൃഗങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അവക്കും നിങ്ങളുടെ മേൽ അവകാശമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? പുല്ലിൽ മേയാൻ അവയെ എന്തുകൊണ്ട് സ്വതന്ത്രമാക്കി വിടുന്നില്ല? ഹദ്റത്ത് ഉമർ നിസ്സഹായാവസ്ഥയും അതുപോലെ രോഗവുമുള്ള വളരെ പ്രകടമായ രോഗിയാണെന്ന് കാണപ്പെട്ട ഒരു ഒട്ടകത്തെ കണ്ടു. സാലിം ബിൻ അബ്ദുള്ള വിവരിക്കുന്ന, ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് തന്റെ കൈ ആ ഒട്ടകത്തിന്റെ പുറത്ത് മുറിവിന്റെ അടുത്ത് വെച്ചു. എന്നിട്ട് തന്നെ സംബോധന ചെയ്തുകൊണ്ട് സ്വയം പറഞ്ഞു, നിന്നെ സംബന്ധിച്ച് അള്ളാഹു എന്നെ ചോദ്യം ചെയ്തേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒട്ടകത്തെ സംബന്ധിച്ച് മറ്റൊരു നിവേദനം അസ്ലമിൽ നിന്നുമുണ്ട്. പറയുന്നു, ഒരിക്കൽ ഹസ്രത്ത് ഉമർ പറഞ്ഞു, ഫ്രഷ് മീൻ കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായി, നല്ല മത്സ്യം തിന്നാൻ ആഗ്രഹമുണ്ടായി. ഇർഫാ ഹസ്രത്ത് ഉമറിന്റെ ഭൃത്യനായിരുന്നു. അയാൾ യാത്രാമൃഗത്തിൽ അതിനെയും കൊണ്ട് ശീഘ്രം 4 മൈൽ യാത്ര ചെയ്ത് നല്ല പുതിയ മത്സ്യം വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ തന്റെ യാത്രാമൃഗത്തെ കഴുകി വൃത്തിയാക്കി. അപ്പോഴേക്കും ഹസ്രത്ത് ഉമറും എത്തി. അപ്പോൾ ഹസ്രത്ത് ഉമർ യാത്രാമൃഗത്തെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ഇതിന്റെ കാതിന് കീഴിലുള്ള വിയർപ്പ് കഴുകാൻ മറന്നതാണോ? നീ ഉമറിന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി ഒരു മൃഗത്തെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. അള്ളാഹു ആണ്, ഉമർ നിന്റെ ഈ മത്സ്യത്തെ ഭക്ഷിക്കുന്നതല്ല. ഒരിക്കൽ ഹസ്രത്ത് ഉമറിന്റെ അടുക്കൽ വേനൽക്കാലത്ത് നട്ടുച്ച സമയത്ത് ഇറാഖിൽ നിന്നും ഒരു സംഘം എത്തി. അതിൽ അഹ്നഫ് ബിൻ കേസും ഉണ്ടായിരുന്നു. ഹസ്രത്ത് ഉമർ തലയിൽ തലപ്പാവും വെച്ച് സക്കാത്തിന്റെ ഒട്ടകത്തിന് ടാർപ്പൻഡയിൽ തേക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അഹ്നഫ്, വസ്ത്രം മാറി വരൂ. ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അമീറുൽ മുഅ്മിനീനെ സഹായിക്കൂ. ഇത് സക്കാത്തിന്റെ ഒട്ടകമാണ്. ഇത് അനാഥർക്കും വിധവകൾക്കും അഗതികൾക്കും അവകാശമുള്ളതാണ്. ഹസ്രത്ത് ഉമർ ഒരു യഹൂദിക്ക് നൽകിയ മറുപടി സംബന്ധിച്ച് ഒരു നിവേദനമുണ്ട്. ഒരു കാര്യത്തിൽ താരിഖ് ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, യഹൂദികളിൽ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ ഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ട്, സൂക്തമുണ്ട്, താങ്കൾ അത് വായിക്കുന്നുണ്ട്, പാരായണം ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളിൽ, അതായത് യഹൂദികളിലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഈദ് ആഘോഷിക്കുമായിരുന്നു, പെരുന്നാൾ ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ ഹസ്രത്ത് ഉമർ ചോദിച്ചു, അത് ഏത് ആയത്താണ്? അപ്പോൾ അയാൾ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതായത് ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ സമ്പൂർണമാക്കിയിരിക്കുന്നു, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് മേൽ പൂർത്തിയാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മേൽ ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ ദിവസത്തെ കുറിച്ച് നന്നായി അറിയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ ആയത്ത് ഇറങ്ങിയ സ്ഥലവും ഞങ്ങൾക്ക് അറിയാം, ഓർമ്മയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജുമാ ദിവസം അറഫാത്തിൽ നിൽക്കുകയായിരുന്നു ഈ ആയത്ത് ഇറങ്ങുമ്പോൾ. ഹസ്രത്ത് മുസ്ലിം മൗദ് ഇത് സംബന്ധിച്ച് പറയുന്നു, ഹസ്രത്ത് ഉമറിനോട് ഒരു യഹൂദി പറഞ്ഞു, ഒരു ജൂതൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അത് ഞങ്ങളുടെ ഗ്രന്ഥത്തിലാണ് അവതരിച്ചതെങ്കിൽ അന്ന് ഞങ്ങൾ ആ ദിവസത്തെ ഈദ് ആക്കുമായിരുന്നു. ഹസ്രത്ത് ഉമർ പറഞ്ഞു, ഏതാണ് ആയത്ത്? അപ്പോൾ അയാൾ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. അപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, ആ ദിവസം ഞങ്ങൾക്ക് 2 ഈദുകളുടെ ദിവസമാണ്. അതായത് അന്ന് ജുമായുടെ ദിവസവുമാണ്, അറഫയുടെ ദിവസവുമാണ് ആ ആയത്ത് ഇറങ്ങിയ ദിവസം. ചില മഹാത്മാക്കൾ ഹസ്രത്ത് ഉമറിനെ പറ്റി ഇപ്രകാരം വിവരിക്കുന്നു. അഷസിൽ നിന്നുള്ള നിവേദനമാണിത്. ഞാൻ ഇമാം ഷാബി ഇങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്, ജനങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായാൽ ഹസ്രത്ത് ഉമർ അക്കാര്യത്തിൽ എന്താണ് ചെയ്തത് എന്ന് നോക്കുക. കാരണം ഹസ്രത്ത് ഉമർ കൂടിയാലോചന ഒന്നും കൂടാതെ ഒരു കാര്യവും ചെയ്തിരുന്നില്ല. ഇമാം ഷാബി പറയുന്നു, ഞാൻ ഹസ്രത്ത് കബീസ ബിൻ ജാബിർ ഇങ്ങനെ പറയുന്നതായി കേട്ടു, ഞാൻ ഹസ്രത്ത് ഉമറിന്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കാളും അധികം അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും ദീനിനെ മനസ്സിലാക്കുകയും അദ്ദേഹത്തെക്കാൾ നല്ല നിലയിൽ ദർസ് കൊടുക്കുന്ന, പാഠങ്ങൾ പകർന്നു നൽകുന്ന വ്യക്തിയെയും കണ്ടിട്ടില്ല. ഹസ്രത്ത് ഹസൻ ബസ്രി പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സദസ്സുകളെ സന്തോഷഭരിതമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സുഗന്ധഭരിതമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹസ്രത്ത് ഉമറിനെ നല്ലപോലെ സ്മരിക്കുക. മുജാഹിദിൽ നിന്നുള്ള ഒരു നിവേദനം, ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറയുമായിരുന്നു, തീർച്ചയായും ഹസ്രത്ത് ഉമറിന്റെ കാലഘട്ടത്തിൽ ഷയാത്തീൻ
ഷെയ്ത്താനുകൾ കാക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ഷെയ്ദായപ്പോൾ ഷെയ്ത്താനുകൾ ഭൂമിയിൽ തുള്ളിക്കളിക്കാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. ഹജരത്ത് ഉമറിനെ സംബന്ധിച്ച് പറയുന്നു, അദ്ദേഹത്തിന് കവിതയോടും നല്ല താല്പര്യമായിരുന്നു. സ്വയം കവിത രചിച്ചിരുന്നില്ല, എന്നാൽ കവിതകൾ നല്ലവണ്ണം കേൾക്കുമായിരുന്നു, അത് ഇഷ്ടവുമായിരുന്നു. ഹജരത്ത് അബ്ദുള്ള ബിൻ അബ്ബാസ് പറയുന്നു, ഞാൻ ഹജരത്ത് ഉമറിന്റെ കൂടെ ഒരു യാത്ര പുറപ്പെട്ടു. ഒരു രാത്രി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് എത്തി. അപ്പോൾ അദ്ദേഹം തന്റെ പല്ലക്കിന്റെ ഒരു ഭാഗത്ത് വടികൊണ്ട് അടിച്ച് ഈ ഈരടികൾ ചൊല്ലുന്നുണ്ടായിരുന്നു: കസിബ്തും വബൈത്തുല്ലാഹി ലാ യുക്തലു അഹ്മദു വലമ്മ നസാഇൻ ദൂനിഹി വനനാസിൽ വനുസ്ലിമുഹു ഹത്ത നുസറ ഹൗല വനസല അൻ അബ്നായിന വൽ ഹലായിൽ. അതായത്, നിങ്ങൾ കളവാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഭവനമായ കാബയാണ്. ഹജരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഷഹീദാകുകയില്ല. ഏതുവരെ ഞങ്ങൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കുന്തവും വാളും പയറ്റിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം, യുദ്ധകല ഉള്ളിടത്തോളം കാലം അദ്ദേഹം ഷഹീദാകുകയില്ല. ഞങ്ങൾ യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്ത് മരിച്ചു വീഴുന്നത് വരെയും, അതുപോലെ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും വിസ്മരിക്കുകയും ചെയ്യുന്നത് വരെ ഞങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ഒറ്റക്കാക്കി പോകുന്നതുമല്ല. വമാ ഹമൽത്തു നാഖത്തൻ ഫൗക റഹ്ലിഹ അബറൗ ഔഫ സിമ്മത്തൻ മിൻ മുഹമ്മദ്. ഒരു ഒട്ടകവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ നന്മ ചെയ്യുകയും വാഗ്ദാനം പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരാളെയും ഇതുവരെ വഹിച്ചിട്ടില്ല, സവാരി ചെയ്തിട്ടില്ല. ഒരു ചരിത്രകാരനായ ഡോക്ടർ അലി മുഹമ്മദ് സ്വലാബി തന്റെ സയ്യിദ്ന ഹജറത്ത് ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും മഹത്തായ പ്രവർത്തികളും എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന് കവിതകളോടുള്ള അഭിരുചിയെ സംബന്ധിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഖുലഫായു റാഷിദീനിൽ ഏറ്റവും അധികം ഈരടികൾ കൊണ്ട് ഉപമകൾ നൽകിയിരുന്നത് ഹജറത്ത് ഉമർ റളിയല്ലാഹു ആയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ചിലർ പറയുന്നു, അദ്ദേഹം തന്റെ മുന്നിൽ എത്തുന്ന കാര്യങ്ങൾക്ക് ഈരടികൾ കേൾപ്പിക്കാതെ, കവിതകൾ കേൾപ്പിക്കാതെ ഉള്ള സന്ദർഭം വളരെ അപൂർവമായിരുന്നു. പറയുന്നു, ഒരിക്കൽ അദ്ദേഹം പുതിയ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി. ജനങ്ങൾ അദ്ദേഹത്തെ വളരെ ശ്രദ്ധാപൂർവം നോക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം അവർക്ക് ഉപമ നൽകിക്കൊണ്ട് ഈ ഈരടികൾ ചൊല്ലി: ലം തഗുൻ അൻ ഹുർമസിൻ യൗമ ഖസായിനിഹു വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖുല്ലദു ഐനൽ മുലൂകല്ലത്തി കാനത് ലഇസ്സതിഹ മിൻ കുല്ലി ഔബിൻ ഇലൈഹ റാകിബുൻ യുഫിദ്. മരണവേളയിൽ ഹുർമസിന് അയാളുടെ ഖജനാവുകൾ ഉപകാരപ്പെട്ടില്ല. ആദ്യ സമൂഹം എന്നെന്നും ജീവിച്ചിരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു, എന്നാൽ എന്നേക്കും നിലനിന്നില്ല. എല്ലാ ഭാഗത്തു നിന്നും വരുന്ന സംഘങ്ങൾക്ക് ദാഹം ശമിച്ചിട്ടുണ്ടായിരുന്ന അരുവികൾ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ഇന്നെവിടെ പോയി? അലി മുഹമ്മദ് സ്വലാബി ഇപ്രകാരം എഴുതുന്നു: ഹജറത്ത് ഉമർ ഇസ്ലാമിക ജീവിത മൂല്യങ്ങൾ തിളങ്ങുന്ന കവിതകളാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതായത്, ഇസ്ലാമിന്റെ പ്രത്യേകതകളെ പ്രതിഫലിപ്പിക്കുന്നവയായിരിക്കണം അവ. അവയുടെ അർത്ഥവും വിവക്ഷയും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് ഒരിക്കലും എതിർ നിൽക്കുന്നതോ അതിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമോ ആയിരിക്കരുത്. അദ്ദേഹം മുസ്ലിങ്ങളെ നല്ല കവിതകൾ മനഃപ്പാടമാക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുന്നു: കവിതകൾ പഠിക്കുക, അതിൽ അന്വേഷിച്ചു നടക്കുന്ന കാര്യങ്ങളുണ്ട്, മാത്രമല്ല ഗവേഷണ വിഷയങ്ങളുണ്ട്, മാത്രമല്ല തത്വജ്ഞാനികളുടെ യുക്തിജ്ഞാനങ്ങളുണ്ട്, അത് ഉന്നത സ്വഭാവങ്ങളിലേക്ക് വഴി നടത്തുന്നുമുണ്ട്. അദ്ദേഹം കവിതകളുടെ പ്രയോജനങ്ങളെ പറ്റി ഇത്രയും പറഞ്ഞു നിർത്തിയില്ല, മറിച്ച് അവ ഹൃദയങ്ങളുടെ താക്കോലാണെന്നും മനുഷ്യ ശരീരത്തിൽ നന്മയുടെ വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കാൻ പര്യാപ്തമാണെന്നും കരുതിയിരുന്നു. അദ്ദേഹം കവിതകളുടെ മേന്മയും പ്രയോജനവും ഇപ്രകാരം വിവരിക്കുന്നു: മനുഷ്യന്റെ ഏറ്റവും നല്ല നൈപുണ്യം കവിതകൾ ഉണ്ടാക്കുകയാണ്. അത് അവർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി സമർപ്പിക്കുന്നു. അവ ഔദാര്യവാന്മാരും സുഗതവാന്മാരുമായ ആളുകളുടെ മനസ്സിനെ സൗമ്യമാക്കുന്നു, ദുഷ്ടനായ വ്യക്തിയുടെ ഹൃദയത്തെയും തന്നിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു. ജാഹിലിയ കാലത്തുള്ള കവികളുടെ പദ്യങ്ങളും കവിതകളും വളരെ താല്പര്യപൂർവ്വം അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു. മുൻകാല കവിതകൾ, അതായത് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന കവിതകൾക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം മനസ്സിലാക്കി തരുന്നതിൽ വലിയ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് പറയുകയുണ്ട്. അദ്ദേഹം പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ സമാഹാരങ്ങൾ മനഃപ്പാടമാക്കുവിൻ, വഴികേടിലാകാതിരിക്കുവിൻ. ശ്രോതാക്കൾ അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, ഞങ്ങളുടെ സമാഹാരങ്ങൾ ദീവാൻ ഏതാണ്? ഹജരത്ത് ഉമർ പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളാണ്.
അതിൽ നിങ്ങളുടെ ഗ്രന്ഥം, അതായത് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ അർത്ഥവിവക്ഷയുമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യനും ഖുർആൻ വക്താവുമായ അബ്ദുള്ള ബിൻ അബ്ബാസിന്റെ നിലപാടുമായി ഒത്തുവരുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥവും വിവക്ഷയും അറേബ്യൻ കവിതകളിൽ അന്വേഷിക്കുവാൻ. കാരണം കവിതാ രചന അറബികളുടെ ദീവാനാകുന്നു, സമാഹാരമാകുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സുപ്രസിദ്ധ ജീവചരിത്രകാരൻ അല്ലാമ ഷിബിലി നുമാനി തന്റെ ഗ്രന്ഥമായ അൽ ഫാറൂഖിൽ അദ്ദേഹത്തിന്റെ കവിതകളോടുള്ള താല്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് എഴുതുന്നു, കവിതാ സംബന്ധമായി ഹദരത്ത് ഉമറിന് വളരെയധികം പ്രസിദ്ധി ഇല്ലെങ്കിലും അദ്ദേഹം കവിത രചിക്കാത്ത ആളാണെങ്കിലും കൂടി അത് ഒരുപാട് കവിതകളൊന്നും പറയാത്ത ആളാണെങ്കിലും അദ്ദേഹത്തിന് കവിതകളോടുള്ള താല്പര്യം വളരെ വിഖ്യാതമാണ്, വിസ്തൃതമാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാകുകയില്ല. അദ്ദേഹത്തിന് അറേബ്യയിലെ സുപ്രസിദ്ധ കവികളുടെ രചനകൾ നല്ലപോലെ ഹൃദിസ്ഥമായിരുന്നു. ഓരോ കവിയുടെയും കവിതകളെ പറ്റി അദ്ദേഹത്തിന് പ്രത്യേകം അഭിപ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തെക്കാൾ നന്നായി കവിത കേൾപ്പിക്കുന്ന ആരുമുണ്ടായിരുന്നില്ല എന്ന കാര്യത്തിൽ അറബികൾ പൊതുവെ ഏകാഭിപ്രായക്കാരാണ്. ജാഹിസ് തന്റെ അൽ ബയാൻ വ തബീൻ എന്ന പുസ്തകത്തിൽ എഴുതുന്നു, ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് തന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കവികളെ മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു. ഹസ്രത്ത് ഉമറിന് കവിതയിൽ എത്രത്തോളം താല്പര്യമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം നല്ല കവിതകൾ കേട്ടാൽ അത് ആസ്വദിച്ച് കൂടെ ചൊല്ലുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കാരണം ഈ രംഗത്ത് കൂടുതൽ വ്യാപൃതനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും സ്വതവേ ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് കവിതകൾ മനഃപ്പാടമായിരുന്നു. വളരെയധികം തിരക്കുകൾ കാരണം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇതായിരുന്നു അവസ്ഥ. സാഹിത്യ പടുക്കൾ പറയുന്നു, അദ്ദേഹത്തിന്റെ കവിതകൾ മനഃപ്പാടമാക്കിയത് സംബന്ധിച്ച അവസ്ഥ നോക്കുക. ഏതെങ്കിലും കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ കവിതാശകലം അദ്ദേഹം എന്തായാലും കേൾപ്പിക്കുമായിരുന്നു. അദ്ദേഹം തന്റെ ഇടം, സ്വാതന്ത്ര്യം, ആത്മാഭിമാനം, മാന്യത, അന്തസ്, ഗുണപാഠം, മൂല്യങ്ങൾ എന്നിവയൊക്കെയുള്ള വിഷയങ്ങൾ അടങ്ങിയ കവിതകളാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സൈന്യാധിപന്മാർക്കും ജില്ലാ ഭരണാധികാരികൾക്കും ജനങ്ങളോട് കവിതകൾ മനഃപ്പാടമാക്കാൻ വേണ്ടി കൽപ്പിക്കണം എന്ന് എഴുതി സന്ദേശം അയച്ചിരുന്നു. കാരണം അവ ധാർമ്മികതയുടെ ഔന്നത്യത്തിനുള്ള കാര്യങ്ങളിലേക്കും ശരിയായ അഭിപ്രായത്തിലേക്കും നീതിയിലേക്കും വഴി കാട്ടുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം എല്ലാ ജില്ലകളിലേക്കും കൽപ്പന അയച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: മക്കളെ നീന്തലും കുതിരസവാരിയും പഠിപ്പിക്കുക, നല്ല ശൈലി പ്രയോഗങ്ങളും നല്ല കവിതകളും അവരെ ഹൃദിസ്ഥമാക്കുക, അതായത് വൈജ്ഞാനിക തൃഷ്ണ അവർക്ക് ഉണ്ടാക്കുക. ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. അതായത് ഹസ്രത്ത് ഉമർ കവിതയുടെ നിരവധി ന്യൂനതകൾ ഇല്ലാതാക്കുകയുണ്ടായി. അക്കാലത്ത് അറേബ്യയിൽ മുഴുവനും കവികൾ നല്ലവരായ സ്ത്രീകളുടെ പേര് തുറന്ന നിലയിൽ പരാമർശിച്ചിരുന്നു, കവിതകളിൽ കൊണ്ടുവന്നിരുന്നു. അവരോട് തങ്ങളുടെ അനുരക്തിയും പ്രകടിപ്പിച്ചിരുന്നു. ഹസ്രത്ത് ഉമർ ഈ സമ്പ്രദായം പാടെ ഇല്ലാതാക്കി. അതിന് ശക്തമായ ശിക്ഷയും നിശ്ചയിച്ചു. അതേപോലെ തന്നെ ആക്ഷേപഹാസ്യങ്ങളെയും അദ്ദേഹം കുറ്റമാണെന്ന് പ്രഖ്യാപിച്ചു. ഹൊത്തിയ എന്ന പ്രസിദ്ധനായ ആക്ഷേപഹാസ്യക്കാരനെ ഈ കുറ്റത്തിന് ബന്ധസ്ഥനാക്കുകയുണ്ടായി. അല്ലാമ ഷിബിലി നുമാനി ഇത് സംബന്ധമായി തുടർന്ന് എഴുതുന്നു, അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കവി മുത്തമ്മിം ബിൻ നുമേറയായിരുന്നു. അയാളുടെ സഹോദരനെ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഹസ്രത്ത് ഖാലിദ് അബദ്ധവശാൽ വധിച്ചിരുന്നു. ഈ സംഭവത്തിൽ അയാൾ എത്രത്തോളം ദുഃഖിതനായിരുന്നു, എത്രത്തോളം അയാൾക്ക് മനം നൊന്തിരുന്നു എന്നാൽ എപ്പോഴും കരഞ്ഞു നടക്കുമായിരുന്നു, വിലാപ കവിത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹസ്രത്ത് ഉമറിന്റെ സവിധത്തിൽ ഹാജരായപ്പോൾ അദ്ദേഹം വിലാപഗീതം ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അയാൾ ഏതാനും വരികൾ ചൊല്ലി. ഹസ്രത്ത് ഉമർ പറഞ്ഞു, എനിക്കും ഇങ്ങനെ ശോകഗീതം ചൊല്ലാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സഹോദരൻ സെയ്ദിന് വേണ്ടിയും ശോകഗാനം ആലപിക്കുമായിരുന്നു. അയാൾ പറഞ്ഞു, അമീറുൽ മോമിനീൻ, എൻ്റെ സഹോദരനും താങ്കളുടെ സഹോദരനെ പോലെ ഷഹാദത്തിന്റെ മരണമാണ് വരിച്ചിരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും അതിൽ ഖിന്നനാകുമായിരുന്നില്ല. ഹസ്രത്ത് ഉമർ പറയുമായിരുന്നു, എൻ്റെ അടുക്കൽ മുത്തമ്മിമിനെ പോലെ ആരും തന്നെ അനുശോചനം അറിയിച്ചിട്ടില്ല. ഹസ്രത്ത് ഉമറിന്റെ സവിശേഷതകളും സ്ഥാനമാനങ്ങളും ഗുണമാത്മകങ്ങളും മഹാത്മങ്ങളും സംബന്ധിച്ച് ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു പറയുന്നു, ചില പ്രവചനങ്ങൾ, ചില സംഭവങ്ങളൊക്കെ ഒറ്റയടിക്ക് പൂർത്തിയാവുമെന്ന് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നവയുണ്ട്. എന്നാൽ അവ ക്രമാനുക്രമമായാണ് വെളിപ്പെടുക. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേന വെളിപ്പെടും. നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേസറിന്റെയും കിസ്രയുടെയും
സീസറിന്റെയും ഖുസ്രോയിന്റെയും താക്കോലുകൾ, ഭരണ താക്കോലുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നൽകപ്പെട്ടു എന്ന പ്രവചനം, വാസ്തവത്തിൽ ഈ പ്രവചനം പുലരുന്നതിന് മുമ്പേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സീസറിന്റെയും ഖുസ്രോയുടെയും ഖജനാവുകളോ താക്കോലുകളോ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവ ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലായിരുന്നു ലഭിക്കുമെന്നത്, നേടുമെന്നുള്ളത് വിധിക്കപ്പെട്ടിരുന്നത്. ആ വിധി കാരണം ഹസ്രത്ത് ഉമറിന്റെ അസ്തിത്വം പ്രതിച്ഛായ എന്നോണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ അസ്തിത്വമായി മാറിയിരുന്നു. അതുകൊണ്ട് ആണ് വഹിയുടെ ലോകത്ത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കൈകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളാണെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. വീണ്ടും ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, ഹസ്രത്ത് സിദ്ദീഖ് അക്ബർ, ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു, ഹസ്രത്ത് ദുന്നൂറൈൻ അതായത് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു, ഹസ്രത്ത് അലി മുർത്തസ റളിയല്ലാഹു, ഇവർ എല്ലാവരും യഥാർത്ഥത്തിൽ ദീനിന്റെ വിശ്വസ്തരായിരുന്നു, അമീനുകളായിരുന്നു എന്ന വിശ്വാസം അനിവാര്യമായും പുലർത്തേണ്ട ഒന്നാണ്. അബൂബക്കർ റളിയല്ലാഹു ഇസ്ലാമിലെ രണ്ടാം ആദമായിരുന്നു. അതുപോലെ തന്നെ ഹസ്രത്ത് ഉമർ ഫാറൂഖും ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ ദീനിന്റെ സത്യസന്ധരായ സൂക്ഷിപ്പുകാർ അല്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം പോലും ദൈവികമാണെന്ന് പറയാൻ നമുക്ക് പ്രയാസമാകുമായിരുന്നു. ഹസ്രത്ത് മസീഹ് ഇസ്ലാം വീണ്ടും പറയുന്നു, എനിക്ക് എൻ്റെ നാഥൻ റബ്ബ് ഖിലാഫത്തിനെ പറ്റി ഗവേഷണപരമായ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഗവേഷകരെ പോലെ അതിന്റെ യാഥാർത്ഥ്യങ്ങളുടെ അടിത്തട്ടുകളിൽ എത്താൻ സാധിച്ചിരിക്കുന്നു. എന്റെ നാഥൻ എനിക്ക് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. സിദ്ദീഖും ഫാറൂഖും ഉസ്മാനും റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ സൽക്കർമ്മികളും മോമിനീങ്ങളുമായിരുന്നുവെന്നും ജനങ്ങളിൽ നിന്നും അള്ളാഹു അവരെ തിരഞ്ഞെടുത്തിരുന്നു എന്നും പരമകാരുണികനായ അള്ളാഹുവിന്റെ പ്രത്യേക ഔദാര്യങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്നും എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നിരിക്കുന്നു. ദൈവജ്ഞാന സിദ്ധരായ നിരവധി ആളുകൾ അവരുടെ മേന്മയെക്കുറിച്ച് സാക്ഷ്യം നൽകിയിരിക്കുന്നു. അവർ പ്രതാപവാനായ അള്ളാഹുവിന്റെ സംപ്രീതിക്ക് വേണ്ടി സ്വദേശം ഉപേക്ഷിച്ചു. എല്ലാ യുദ്ധങ്ങളുടെയും തീച്ചുളയിൽ കടന്നു ചെന്നു. വേനൽക്കാലത്തുള്ള ഉച്ചനേരത്തെ കഠിന താപത്തെയോ അതുപോലെ തണുപ്പുള്ള രാത്രിയുടെ അതിശൈത്യത്തെയോ അവർ ഗൗനിച്ചില്ല. മറിച്ച് യുവകോമളന്മാരെ പോലെ ദീനിമാർഗത്തിൽ ചരിക്കാൻ ബദ്ധശ്രദ്ധരായി. സ്വന്തക്കാരിലേക്കോ അന്യരിലേക്കോ ചായവ് കാണിക്കുകയുണ്ടായില്ല, പക്ഷപാതം കാണിച്ചില്ല. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി എല്ലാറ്റിനെയും മാറ്റി നിർത്തി. അവരുടെ കർമ്മങ്ങളിൽ സുഗന്ധവും ചെയ്തികളിൽ പരിമളവും ഉണ്ടായിരുന്നു. ഇതെല്ലാം അവരുടെ പദവികളുടെ തോട്ടങ്ങളായിരുന്നു. അത് അവരുടെ നന്മകളുടെ പൂന്തോപ്പിലേക്ക് മാർഗദർശനം നൽകുന്നു. അതിന്റെ മന്ദമാരുതൻ സുഗന്ധപൂരിതമായി വീശിക്കൊണ്ട് അവരുടെ ഗോപ്യമായ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നു. അവരുടെ പ്രകാശം അതിന്റെ പൂർണ്ണ ശോഭയോടെ നമുക്ക് മേൽ വെളിപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവരുടെ പദവികളുടെ വർണ്ണാഭ അവരുടെ പരിമളത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് ദുർധാരണയുള്ളവരായി തീരരുത്. ചില നിവേദനങ്ങളിൽ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കരുത്. കാരണം അവയിൽ പലതും വിഷലിപ്തവും അതിർലംഘിക്കുന്നവയുമാണ്, പ്രക്ഷിപ്തങ്ങളുള്ളതാണ്. അവ വിശ്വാസയോഗ്യമല്ല. അവയിൽ പല നിവേദനങ്ങളും അടിമേൽ മറിക്കുന്ന കൊടുങ്കാറ്റിനും ഉണ്ടാകുമെന്ന പ്രതീതി നൽകി വഞ്ചിക്കുന്ന ഇടിമിന്നലിനും സമാനമാകുന്നു. ആകയാൽ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ, ഈ നിവേദനങ്ങളെ പിൻപറ്റുന്നവരിൽ അകപ്പെടാതിരിക്കുവിൻ. വീണ്ടും പറയുന്നു, അള്ളാഹു ആണ് ഷെയ്ഖേൻ, രണ്ട് മഹാത്മാക്കൾ, ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, അതുപോലെ മൂന്നാമത് ദുന്നൂറൈൻ, ഹസ്രത്ത് ഉസ്മാൻ. എല്ലാ ഓരോരുത്തരുടെയും അള്ളാഹു ഇസ്ലാമിന്റെ കവാടങ്ങളും അതുപോലെ സൃഷ്ടികുലോത്തമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൈന്യത്തിലെ മുന്നണി പോരാളികളുമാക്കിയിരിക്കുന്നു. ആകയാൽ ആരെങ്കിലും അവരുടെ മഹത്വത്തെ നിഷേധിക്കുകയും അവരുടെ സമർപ്പിച്ച വ്യക്തമായ തെളിവുകളെ നിസ്സാരമായി ഗണിക്കുകയും അവരോട് അപമര്യാദയായി വർത്തിക്കുകയും മാത്രമല്ല അവരെ അപമാനിക്കുകയും അവരെ ഭത്സിക്കുകയും അവർക്കെതിരിൽ ദുർഭാഷണം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദുഷ്പരിണാമമാണ് ഉണ്ടാകുക. അവരുടെ അന്ത്യം ശുഭമായിരിക്കില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുപോലെ അവരുടെ ഈമാനും നഷ്ടമാകുന്നതാണ്. ആരെങ്കിലും അവരെ വിഷമിപ്പിക്കുകയും അവരെ ശപിക്കുകയും ദുരാരോപണം ഉന്നയിക്കുകയും ചെയ്താൽ ഹൃദയത്തിന്റെ കാഠിന്യവും റഹ്മാനായ അള്ളാഹുവിന്റെ കോപവുമാണ് അവർക്ക് ഫലമായി ലഭിക്കുക. ഞാൻ ഇക്കാര്യം നേരത്തെയും സ്പഷ്ടമാക്കിയിട്ടുള്ളതാണ്. എനിക്ക് ഇത് അനുഭവമുള്ളതാണ്. അതായത് ഈ
സാദാത്യങ്ങളോട്, മഹത്തുക്കളോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്നത് ദൈവാനുഗ്രഹങ്ങൾ ചൊരിയുന്ന കവാടത്തെ കൊട്ടിയടുക്കുന്നതിനും അതുപോലെ കാരുണ്യവാരിധിയായ അള്ളാഹുവിൽ നിന്ന് ബന്ധം മുറിക്കുന്നതിനും കാരണമാകുന്നു. ഇവരോട് ശത്രുത പുലർത്തുന്നവരുടെ മേൽ അനുഗ്രഹാശിസുകളുടെ എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെടുന്നു. അവർക്ക് ജ്ഞാനവിജ്ഞാനങ്ങളുടെ കവാടങ്ങൾ തുറക്കുന്നതല്ല, അള്ളാഹു അവരെ ഭൗതികതയുടെ ആനന്ദത്തിലും ദേഹച്ചകളിലും വിടുന്നതാണ്. അവരെ ദേഹച്ചകളുടെ പടുകുഴികളിലേക്ക് വീഴ്ത്തുന്നു. അവരെ അള്ളാഹു തന്റെ സവിധത്തിൽ നിന്നും വിദൂരസ്ഥരാക്കുകയും നഷ്ടപ്പെട്ടവരിൽ അകപ്പെടുത്തുകയും ദൗർഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഖുലഫാഉ റാഷിദീങ്ങൾക്ക് നബിമാർക്ക്, പ്രവാചകന്മാർക്ക് ലഭിച്ച അതേപോലുള്ള ദ്രോഹങ്ങളും അതിക്രമങ്ങളുമാണ് നേരിടേണ്ടി വന്നത്. പ്രവാചകന്മാർക്ക് നേരിട്ട അതേ ശാപവാക്കുകളും കുത്തുവാക്കുകളും അവർക്കും നേരിടേണ്ടി വന്നു. അങ്ങനെ അവർ നബിമാരുടെ അവകാശികളാണെന്ന് സ്ഥാപിതമായി. ഖിയാമത്ത് നാളിൽ അവർക്ക് മഹത്തായ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അത് സ്പഷ്ടമാവുകയുണ്ടായി. കാരണം വിശ്വാസി അകാരണമായി ശപിച്ചാൽ, കാഫിർ എന്ന് മുദ്ര വെച്ചാൽ, അനാവശ്യമായി അവഹേളിക്കപ്പെട്ടാൽ, ചീത്ത വിളിക്കപ്പെട്ടാൽ അവർ പ്രവാചകന്മാർക്ക് തുല്യരായി മാറുന്നതാണ്, സദൃശരായി മാറുന്നതാണ്. അവർ അള്ളാഹുവിന്റെ വിശിഷ്ട ദാസരെ പോലെ ആയിത്തീരുന്നു. പിന്നെ അവർക്ക് നബിമാർക്കുള്ളതുപോലെ പ്രതിഫലം നൽകപ്പെടുന്നു, റസൂൽമാർക്കുള്ള പോലെ പ്രതിഫലം ലഭിക്കുന്നു. ഇവർ തീർച്ചയായും ഖൈറുൽ അംബിയ, പ്രവാചക ശ്രേഷ്ഠൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനം കാരണം ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്നു. അള്ളാഹു അവരെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, അവർ ഉന്നതരായ ജനതയാകുന്നു. അവർ സ്വയം തന്നെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാർക്ക് പിന്തുണ നൽകുന്നത് പോലെ അവരെ പിന്തുണക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ സത്യസന്ധതയുടെ പ്രകാശം, അവരുടെ പരിശുദ്ധിയുടെ പ്രഭാവം പൂർണ്ണ ശോഭയോടെ വെളിപ്പെട്ടു. അവർ സത്യസന്ധരായിരുന്നു എന്ന് വ്യക്തമായും വെളിപ്പെട്ടു. അള്ളാഹു അവരിലും അവർ അവനിലും അള്ളാഹുവിലും തൃപ്തരായിരിക്കുന്നു. അള്ളാഹു ഈ ലോകത്ത് മറ്റാർക്കും നൽകാത്ത എല്ലാം തന്നെ അവർക്ക് അനുഗ്രഹിച്ചരുളിയിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഷിയാക്കളുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു, ഷിയാക്കൾ കരുതുന്നത് അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും അലി മുർത്തലായുടെയും ഫാത്തിമത്തു സുഹറായുടെയും അവകാശങ്ങൾ ധ്വംസിച്ചുവെന്നും അവർക്ക് മേൽ ദ്രോഹം പ്രവർത്തിച്ചുവെന്നുമാണ്. എന്നാൽ അങ്ങനെ കരുതുന്ന ഒരാൾ നീതി കൈവെടിഞ്ഞിരിക്കുന്നു. ആക്രമകാരികളുടെ വഴിയാണ് അയാൾ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അവർ അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി തങ്ങളുടെ പ്രിയ ദേശത്തെയും സുഹൃത്തുക്കളെയും സമ്പത്തിനെയും ഉപേക്ഷിച്ചു. അവർക്ക് നിഷേധികൾ വളരെ കഠിനമേറിയ പ്രയാസങ്ങൾ നൽകി. അവർ ദ്രോഹികളാൽ ഭവനരഹിതരായി. എന്നിട്ടും അവർ നല്ലവരും സജ്ജനങ്ങളുമായവരെ പോലെ ക്ഷമ കൈക്കൊണ്ടു. അവർ ഖലീഫമാരാക്കപ്പെട്ടു. എന്നിട്ടും അവർ തങ്ങളുടെ വീടുകളെ സ്വർണം കൊണ്ട് നിറച്ചില്ല. അവർ തങ്ങളുടെ മക്കൾക്ക് സ്വർണങ്ങളുടെയും വെള്ളികളുടെയും അവകാശവും നൽകിയില്ല. മറിച്ച് കിട്ടിയതെല്ലാം ബൈത്തുൽ മാലിൽ കൊടുത്തു. അവർ ഭൗതികരും വഴിതെറ്റിയവരും ചെയ്യുന്നത് പോലെ തങ്ങളുടെ മക്കളെ തങ്ങളുടെ പിന്തുടർച്ച അവകാശികൾ, തങ്ങളുടെ ഖലീഫമാരാക്കി നിശ്ചയിച്ചതുമില്ല. അവർ ഈ ലോകത്ത് അഗതികളെയും നിർധനരെയും പോലെ ജീവിച്ചു. അവർ ഭൗതിക നേതാക്കളെയും ഭരണാധിപന്മാരെയും പോലെ ഭൗതികാഡംബരങ്ങളിലേക്ക് ചാഞ്ഞില്ല. അവരെ സംബന്ധിച്ച് അവർ ആക്രമണത്തിലൂടെ ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറ്റിയവരാണ്, അവകാശ ധ്വംസനം നടത്തിയവരാണ്, അതിക്രമങ്ങളിലേക്ക് തിരിയുന്നവരാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയുമോ? സർവ്വലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ സഹവാസത്തിന്റെ ഒരു പ്രഭാവം അവർക്കുണ്ടായില്ലെന്നാണോ? വാസ്തവത്തിൽ സർവ്വലോകത്തിന്റെ നാഥനായ അള്ളാഹു അവരെ സ്തുതിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു അവരുടെ മാനസങ്ങളെ പരിശുദ്ധീകരിച്ചിരിക്കുന്നു, അവരുടെ ആത്മാക്കളെ വിമലീകരിച്ചിരിക്കുന്നു, അവരുടെ അസ്തിത്വങ്ങളെ പ്രകാശപൂരിതമാക്കി അവരെ ഇനി വരാനുള്ള എല്ലാ പരിശുദ്ധ തലമുറയ്ക്കും നേതാക്കളാക്കിയിരിക്കുന്നു. അവരിൽ കുഴപ്പത്തിന്റെയോ ഫിത്നയുടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തിന്മയുടെയോ കണിക പോലും കാണാൻ സാധിക്കുകയില്ല. അതുപോലെ ഈ നേതാക്കന്മാരിൽ ദൗർബല്യമോ ഉപരിപ്ലവമായ ചിന്തയിൽ പോലും ബലഹീനതയോ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. എന്നിരിക്കെ എങ്ങനെയാണ് മനഃപൂർവ്വം അവരെക്കുറിച്ച് അവർ അക്രമികളാണെന്ന് ആരോപിക്കാൻ സാധിക്കുക? അള്ളാഹുവാണ് അവർ നീതി ചെയ്യുന്നവരായിരുന്നു. അവർ ഹറാമായ നിലയിൽ ഒരു താഴ്വാരം നിറയെ സമ്പത്ത് കുനിക്കൂട്ടി കൊടുത്താലും അവരതിൽ തുപ്പുക പോലുമില്ല, തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവർ അതിലേക്ക് അത്യാഗ്രഹികളെ പോലെ ചായുന്നതുമല്ല, കടന്നു വീഴുന്നതുമല്ല. അത് സ്വർണത്തിന്റെ പർവ്വതത്തിലോ 7 ഭൂമികൾക്ക് സമാനമായി ഉള്ള സമ്പത്തിലോ പോലും അവർ വിഹരിക്കാൻ വിട്ടാൽ അവർ അതിൽ നിന്ന് ഒന്നും തന്നെ കൈക്കൊള്ളുകയില്ല. അവർക്ക് ഹലാലായ സമ്പത്ത് കിട്ടിയാൽ
അത് അവർ പ്രതാപവാനായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനി സേവനത്തിൽ ആണ് ചെലവഴിച്ചിരുന്നത്. എന്നിരിക്കെ അവർ ഏതാനും വൃക്ഷങ്ങൾക്ക് വേണ്ടി ഫാത്തിമത്ത് സുഹറയെ ദേഷ്യപ്പെടുത്തിയെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണത്തെ ദ്രോഹികളെ പോലെ പ്രയാസപ്പെടുത്തിയെന്നും നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? വാസ്തവത്തിൽ സുഹൃതവാന്മാർ സദുദ്ദേശമുള്ളവരും സത്യത്തിൽ അടിയുറച്ചവരുമാകുന്നു. അള്ളാഹുവിൽ നിന്നും അവർക്ക് മേൽ കാരുണ്യം വർഷിക്കുന്നു. അള്ളാഹു മുത്തഖീങ്ങളുടെ അകതാരിനെ പറ്റി നല്ലപോലെ അറിയുന്നവനാകുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, യാഥാർത്ഥ്യം എന്തെന്നാൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും മഹാന്മാരായ സഹാബികളായിരുന്നു. ഇവർ രണ്ടുപേരും തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിൽ ഒരു വീഴ്ചയും വരുത്തിയില്ല. അവർ തഖ്വയെ തങ്ങളുടെ മാർഗവും നീതിയെ തങ്ങളുടെ ലക്ഷ്യവുമായി നിശ്ചയിച്ചിരുന്നു. അവർ സാഹചര്യങ്ങൾ നന്നായി വിലയിരുത്തുകയും രഹസ്യങ്ങളുടെ അടിത്തട്ട് വരെ ചെന്നെത്തുകയും ചെയ്യുമായിരുന്നു. ഭൗതികമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്നത് ഒരിക്കലും അവരുടെ ലക്ഷ്യമായിരുന്നില്ല. അവർ തങ്ങളുടെ ആത്മാവിനെ അള്ളാഹുവിന്റെ അനുസരണത്തിൽ സമർപ്പിച്ചിരുന്നു. ആത്മീയാനുഗ്രഹങ്ങളുടെ ആധിക്യത്തിലും ഇരു ലോകങ്ങളുടെയും പ്രവാചകനെ സഹായിക്കുന്നതിലും ഈ രണ്ട് മഹാത്മാക്കളെ പോലെ ഞാൻ വേറെ ആരെയും കാണുന്നില്ല. ഇവർ ഉമ്മത്തിന്റെയും ലോകത്തിന്റെയും സൂര്യനെ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന കാര്യത്തിൽ ചന്ദ്രൻ സൂര്യനെ പിൻപറ്റുന്നതിനേക്കാൾ ദ്രുതഗതിയിലായിരുന്നു. അവർ നബിയുടെ സ്നേഹത്തിൽ വിലയം പ്രാപിച്ചവരായിരുന്നു. സത്യത്തെ നേടിയെടുക്കുന്നതിനായി നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്ക് മധുരതരമായിരുന്നു. അതുല്യനായ ആ പ്രവാചകന് വേണ്ടി എല്ലാ അപമാനത്തെയും സന്തോഷത്തോടും തൃപ്തിയോടും അവർ സ്വീകരിച്ചു. അവിശ്വാസികളുടെയും നിഷേധികളുടെയും സൈന്യവുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് സിംഹങ്ങളെ പോലെ അവർ കുതിച്ചു ചാടി. ഏതുവരെ എന്നാൽ ഇസ്ലാമിന് ജയം ലഭിക്കുകയും ശത്രുസംഘങ്ങൾ ദയനീയ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ശിർക്ക് അവസാനിക്കുകയും അത് പൂർണ്ണമായി നാമാവശേഷമാക്കപ്പെടുകയും ചെയ്തു. ദീനിന്റെയും ഉമ്മത്തിന്റെയും സൂര്യൻ വെട്ടിത്തിളങ്ങി. അവർ വിസ്തൃതമായ ദീനി സേവനങ്ങൾ ചെയ്തു. അക്കാരണത്താൽ മുസ്ലിങ്ങൾ അവരോട് കടപ്പെട്ടവരായി തീർന്നു. അവരുടെ സൽക്കർമ്മങ്ങളുടെ പരിണിത ഫലമായി പ്രവാചക കുലോത്തമന്റെ ഖബറിനടുത്ത് അവർക്ക് ഖബറിടം ലഭിക്കുകയുണ്ടായി. ആ മുത്തക്കിയെ അവഗണിക്കാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹമാണിത്. തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിന്റെ പക്കലാണുള്ളത്. താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകുന്നു. ഏതൊരു വ്യക്തിയാണ് പൂർണ്ണമായ താല്പര്യത്തോടെ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നത്, അവനെ അള്ളാഹു ഒരിക്കലും വൃഥാവിലാക്കുകയില്ല. ഈ ലോകത്തിലെ മുഴുവൻ വസ്തുക്കളും അവന്റെ ശത്രുവായി മാറിയാലും അള്ളാഹുവിന്റെ മിത്രത്തിന് യാതൊരു തരത്തിലുള്ള നഷ്ടമോ ബുദ്ധിമുട്ടോ സംഭവിക്കുകയില്ല. അള്ളാഹു സത്യവാന്മാരെ കൈവിടുകയില്ല. അള്ളാഹു അക്ബർ. ഈ രണ്ടുപേരുടെയും, അതായത് അബൂബക്കറിന്റെയും ഉമറിന്റെയും സത്യസന്ധതയും വിശ്വസ്തയും എത്ര മഹത്തരമാണ്. ഈ രണ്ടുപേരും എത്രത്തോളം മഹത്തായ സ്ഥലത്താണ് കബറടക്കപ്പെട്ടതെന്നാൽ മൂസയും ഈസയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സംശയമന്യേ ആ സ്ഥലത്ത് കബറടക്കപ്പെടാൻ ആഗ്രഹിച്ചേനെ. എന്നാൽ ഈ സ്ഥാനം ആഗ്രഹം കൊണ്ട് നേടിയെടുക്കാനോ അഭിലാഷം കാരണമായി പ്രാപ്യമാകാനോ സാധിക്കുന്നതല്ല. മറിച്ച് അത് മഹാനായ നാഥന്റെ ദർബാറിൽ നിന്നും നൽകപ്പെടുന്ന അനന്തമായ കാരുണ്യമാണ്. ആരംഭം മുതൽ ദൈവാനുഗ്രഹം ഏതൊരു വ്യക്തിയിലാണോ കടാക്ഷിക്കുന്നത് അവർക്ക് മാത്രമാണ് ഈ കാരുണ്യം ലഭിക്കുന്നത്. അവരുടെ പര്യവസാനം ദൈവാനുഗ്രഹത്തിന്റെ പുതപ്പിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാം നേടിയെടുത്തതെല്ലാം 3 സഹാബാക്കളിൽ അസാബ് സലാസ സഹാബാക്കളാൽ നേടിയെടുത്തതായിരുന്നു. ഹജരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യങ്ങൾ ധാരാളമുണ്ടെങ്കിലും അതൊരിക്കലും തന്നെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യങ്ങളെ നിസ്സാരമാക്കുന്നതല്ല. എന്തെന്നാൽ വിജയങ്ങൾക്കുള്ള വഴി ഒരുക്കിയത് സിദ്ദീഖ് അക്ബർ, മഹാനായ സിദ്ദീഖ് ആയിരുന്നു. അപകടകരമായ ഫിത്നയെ അദ്ദേഹമാണ് ഇല്ലായ്മ ചെയ്തത്. ആ സമയങ്ങളിൽ ഹജരത്ത് അബൂബക്കറിന് നേരിടേണ്ടി വന്നതിന് സമാനമായ പ്രശ്നങ്ങളെയും കലാപങ്ങളെയും ഒന്നും ഹജരത്ത് ഉമറിന് നേരിടേണ്ടി വന്നിട്ടില്ല. സിദ്ദീഖ് വഴിയൊരുക്കുകയും പിന്നീട് ആ വഴി ഉപയോഗിച്ച് വിജയങ്ങളുടെ വാതിൽ ഉമർ തുറക്കുകയും ചെയ്തു. ഹജരത്ത് മസീഹ് ഇസ്ലാമിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഹജരത്ത് അബൂബക്കർ, ഹജരത്ത് ഉമർ എന്നീ 2 മഹാരഥന്മാരോടുമുള്ള മനോഭാവത്തെക്കുറിച്ച് ഹജരത്ത് മൗലവി അബ്ദുൽ കരീം സിയാൽകോട്ടി റളിയല്ലാഹു അൻഹു എഴുതുന്നു. ഒരു തവണ ഹജരത്ത് മസീഹ് ഇസ്ലാമിന്റെ അനുരാഗത്തിൽ ലയിച്ചു പോയൊരു വ്യക്തി ഹജരത്ത് മസീഹ് ഇസ്ലാമിന്റെ സമക്ഷത്തിൽ ഇപ്രകാരം പറഞ്ഞുപോയി: പദവികളുടെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായ അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും ഉയർന്ന പദവിയുള്ള വ്യക്തിയായും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുത്ത വ്യക്തിയുമായി താങ്കളെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കരുതിക്കൂടാ? അല്ലാ ഈ കാര്യം കേട്ടതും ഹജരത്ത് മസീഹ് ഇസ്ലാമിന്റെ മുഖം വിവർണമാകുകയും വിധം മാറുകയും അടിമുടി വേവലാതിയുടെയും ദുഃഖത്തിന്റെയും അവസ്ഥ അദ്ദേഹത്തിൽ സംജാതമാകുകയും ചെയ്തു. പറയുന്നു, ഞാൻ സ്വാഭിമാനിയും പരിശുദ്ധനുമായ ദൈവത്തിന്റെ മേൽ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ആ നിമിഷം മസീഹ് ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ വിശ്വാസം വർദ്ധിക്കുകയുണ്ടായി. മസീഹ് ഇസ്ലാമിലുള്ള വിശ്വാസം എനിക്ക് വർദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം 6 മണിക്കൂറോളം നീണ്ട പ്രസംഗം നടത്തി. സംസാരം തുടങ്ങിയപ്പോഴും ഞാൻ സമയം നോക്കി, സംസാരം അവസാനിച്ചപ്പോഴും ഞാൻ സമയം നോക്കി. പൂർണ്ണമായും 6 മണിക്കൂർ എടുത്തു. 1 മിനിറ്റിന്റെ പോലും വ്യതിയാനം ഉണ്ടായില്ല. ഇത്രയും ദീർഘസമയത്തേക്ക് ഒരു വിഷയം അവതരിപ്പിക്കുക, അതും ഇടതടവില്ലാതെ അവതരിപ്പിക്കുക, തികച്ചും
അസാധാരണമായ ഒരു സംഭവമായിരുന്നു. അള്ളാഹു സർവശ്രേഷ്ഠമായ എല്ലാ അനുഗ്രഹാശിസുകളും നബിക്കുമേൽ ചൊരിമാറാകട്ടെ. അദ്ദേഹം ആ പ്രഭാഷണത്തിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ ഇവയായിരുന്നു: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്തുതി മഹാത്മ്യങ്ങൾ, അദ്ദേഹത്തിന് തിരുനബിയോടുള്ള ദാസത്വവും ബന്ധുത്വവും, മഹാരഥന്മാരായ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഗുണമഹാത്മ്യങ്ങൾ എന്നിവ. അദ്ദേഹം പറയുകയുണ്ടായി, ഇവരുടെ സ്തുതിപാഠകനും കാൽ കീഴിലെ മണ്ണുമാകുന്ന കാര്യം തന്നെ എനിക്ക് അഭിമാനകരവും ശ്രേയസ്കരവുമാണ്. അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മഹാത്മ്യങ്ങൾ ഇനി ഖയാമത്ത് വരെ മറ്റാർക്കും ലഭിക്കുന്നതല്ല, അതിൽ പങ്കു ലഭിക്കുന്നതല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഈ ലോകത്ത് ജനിക്കുകയും മഹാരഥന്മാരായ അബൂബക്കറിനും ഉമറിനും സമാനമായ സേവനങ്ങൾ തിരുനബിക്കായി കാഴ്ചവെക്കാനും ആർക്കെങ്കിലും അവസരം ലഭിക്കുമോ? ഹദ്രത്ത് ഉമറിനെ കുറിച്ചുള്ള വിവരണങ്ങളുടെ ഖുത്ബ പരമ്പരയ്ക്ക് ഇവിടെ വിരാമമിടുകയാണ്. ഇൻഷാ അള്ളാഹ് ഇനി അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ഹദ്രത്ത് അബൂബക്കറിനെ കുറിച്ചുള്ള വിവരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.